വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ നാണിക്കുട്ടിയും ബിയ്യുമ്മിയും ഇത്തിരി ബിസായങ്ങളും. രചന സുധ തെക്കേമഠം. വായന പ്രിയ സുനിൽ. നാണിയമ്മയുടെ പകലുകൾക്ക് നീളം കൂടി വന്നത് സൂര്യൻ പോലും അറിയാതെയായിരുന്നു. പണ്ട് ചോറ് കാലായി വരുമ്പോഴേക്കും ഉച്ചയും ഒന്നു മയങ്ങിയുണർന്ന് അമ്പലത്തിൽ പോക്കും വിളക്കുവെക്കലും കഴിയുമ്പോൾ രാത്രിയും വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ഈയിടെയായി സമയത്തിനൊരു നീളക്കൂടുതലാണ്. പടിവരമ്പിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും കയറി വരുന്ന ഇളം വെയിലിനോടും മാനം കറുപ്പിച്ച് മല വിഴുങ്ങാനെത്തുന്ന മഴക്കാറുകളോടും കലവില കൂട്ടി മുറ്റത്തെത്തുന്ന കിളിക്കൂട്ടങ്ങളോടും ഒക്കെ വർത്തമാനം പറഞ്ഞിട്ടും നാണിയമ്മയുടെ പഴയ ക്ലോക്കിൽ സമയം പിന്നെയും ബാക്കിയായിരുന്നു. ജനലഴികൾക്കിടയിലൂടെ വീട്ടിനുള്ളിലേക്ക് കയറാൻ കൊതിച്ച് നിലാക്കീറുകളും നിഴലുകളും ദൂരെ കാത്തു നിൽക്കും. മച്ചിലെ നിലവിളക്കിൽ തിരിയിട്ട് സന്ധ്യാദീപം കൊളുത്തി അർജുനപ്പത്തു ചൊല്ലി പേടിയകറ്റി കയ്യിൽ മുറിവെണ്ണക്കുപ്പിയുമായി നാണിയമ്മ ഉമ്മറത്തിണ്ണയിലെത്തും വരെ ആ കാത്തുനിൽപ്പു തുടരും. തലമുറകളുടെ ചരിത്രം അയവിറക്കി കിടക്കുന്ന ആ പഴഞ്ചൻ വീടു മാത്രം ഇതെല്ലാം കണ്ടു പുഞ്ചിരിക്കും. ഇടയ്ക്ക് വീട് നാണിയമ്മയെ ഒന്ന് തോണ്ടും. നാണിക്കുട്ടിയെ, വയസ്സിപ്പ എത്ര ആയി എന്നാ വിചാരം? മക്കളുടെ കൂടെ പോവല്ലേ നല്ലത്? ഇക്കും പ്രായമായി വരില്ലേ? ഇങ്ങോട്ട് നോക്കാ, ഇന്റെ പട്ടികയും കഴുക്കോലൊക്കെ ദ്രവിച്ചു വരുന്നു. വീടിന്റെ സങ്കടം കാണുമ്പോ നാണിയമ്മയ്ക്കും കണ്ണു നിറയും. ജനിച്ചു വീണതും കളിച്ചു നടന്നതും വലിയ പെണ്ണായതും കല്യാണം നടന്നതും 3 പെറ്റതും അവസാനം ഒറ്റയ്ക്കായതും ഒക്കെ ഈ വീട്ടിലല്ലേ. വീടിനെ പിരിഞ്ഞാൽ വീടിനും നാണിക്കും തുണയില്ലാണ്ടാവും. ആ ചിന്ത വന്ന് വീർപ്പു മുട്ടിക്കുമ്പോൾ നാണി ഉമ്മറക്കോലായിൽ അറ്റത്ത് മൂടിപ്പുതച്ചിരിക്കുന്ന പഴയ 14 ഇഞ്ച് കളർ ടിവിയെ എഴുന്നേൽപ്പിക്കും. പിന്നെ കളിയായി, ചിരിയായി, കഥ പറയലായി. അങ്ങനെ കുറച്ചു നേരം. നാണിച്ചേച്ചിയുടെ കൂട്ടാനില് ഇന്ന് ഇത്തിരി മസാല കുറവാണല്ലോ എന്ന് പാട്ടുപെട്ടിയിലെ സുന്ദരിയുടെ കിന്നാരത്തിന്. പെൺകുട്ടികളായ കുപ്പായത്തിന് ഇത്ര ഇറുക്കം നന്നല്ലോ കുട്ടിയെ എന്ന് മറുപടിയും കൊടുത്ത് ഒന്നു മയങ്ങും. ആ നേരത്തായിരുന്നു എന്നും ബിയ്യുമ്മ വിശേഷം പറയാനെത്താറ്. ഞങ്ങളുടെ നാണീനെ ഒന്ന് മയങ്ങാൻ സമ്മതിക്കില്ല അല്ലേ ബിയ്യു? വാർത്തക്കിടയിൽ കയറി വരുന്ന ബിയ്യുമ്മയോട് രതീഷ് കുമാറിന്റെ പതിവ് ചോദ്യം കേൾക്കുമ്പോൾ നാണിക്കുട്ടി കണ്ണു തുറക്കും. ഞങ്ങൾ പഴയ തുണക്കാരല്ലേ മോനെ, ഒന്നും മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണ്ടേ എന്ന സമാധാനിപ്പിക്കലും കൊടുത്ത് ബിയ്യുമ്മ ഉമ്മറത്തിണ്ണയിൽ കാലും നീട്ടിവെച്ച് ഒരിരിപ്പാണ്. പുള്ളിത്തുണിയുടെ കോന്തലയിലെ മുറുക്കാൻ പൊതി നിവർത്തുമ്പോഴേക്കും മുടി വാരി നെറുകയിൽ കെട്ടിവെച്ച് ബ്ലൗസിന്റെ അടിയിലെ കെട്ട് മുറുക്കി മുണ്ടൊന്നഴിച്ച് കുടഞ്ഞെടുത്ത് നാണിക്കുട്ടിയും അടുത്തിരിക്കും. മുറുക്കാനും വിശേഷങ്ങളും ചവച്ചു ചവച്ചു തുപ്പി ആ ഇരിപ്പ് ബാങ്കുവിളിയോളം നീളും. കാറ്റും വെയിലും ചാറ്റൽ മഴയുമെല്ലാം അനക്കമില്ലാതെ വന്ന് ഈ കൗതുകങ്ങൾക്ക് കാതു കൂർപ്പിച്ചു നിൽക്കും. മുത്തുനബിയുടെ കഥകളും അയ്യപ്പ ചരിതവും മുതൽ ആശാരി കുഞ്ചുവിന്റെ അവിഹിതം വരെയുള്ള ആ ബിസായം പറച്ചില് കേട്ട് അസൂയപ്പെട്ട് രതീഷ് കുമാർ വാർത്തപ്പെട്ടിയും പൂട്ടി പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആ പതിവുകൾക്ക് മാറ്റം വന്നത് എന്നു മുതലായിരുന്നു എന്ന് രതീഷ് കുമാറിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ബിയ്യുമ്മയുടെ വരവുകളും എണ്ണം കുറഞ്ഞു വരുന്നു. വന്നാലും ബിസായം പറച്ചിലുകൾക്ക് പണ്ടത്തെ ആ ഒരിതില്ലാത്ത പോലെ. ആവശ്യമില്ലാത്ത ചില മൂളലുകളും ഗൗരവവും അർദ്ധവിരാമങ്ങളും ഇടയിൽ കയറി വന്ന് രസം കളയും. ചിലപ്പോൾ രണ്ടുപേരും 2 ലോകങ്ങളിലേക്ക് മാറിപ്പോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ മഹാഗണപതി സീരിയലിലെ താരകാസുരൻ ഒന്ന് ആക്രോശിക്കും. അത് കേട്ട് ഞെട്ടി ബിയ്യുമ്മ കോന്തലയും മുറുക്കി എണീറ്റ് നടക്കും. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് ആലോചിച്ച് ഒരു ചാനൽ ചർച്ച തന്നെ നടത്താൻ തീരുമാനിച്ചത് രതീഷ് കുമാർ ആയിരുന്നു. പാട്ടുപെട്ടിയിലെ ഇറുകിയ കുപ്പായക്കാരി സീനയും പഞ്ചായത്ത് മെമ്പർ സുഗുണനും 2 വീടുകളിലെയും തേങ്ങ പറിക്കാരൻ ആലിക്കുട്ടിയും തമ്മിൽ 1/2 മണിക്കൂർ സന്ധ്യാ ചർച്ച നടത്തി. ഹിന്ദു മുസ്ലിം വർഗീയതയും സർക്കാരുകളുടെ പ്രീണന നയങ്ങളും കാശ്മീർ ഗുജറാത്ത് കലാപങ്ങളും മുതൽ ബീഫ് പ്രശ്നം വരെ അവർ കാരണങ്ങളാക്കി നിരത്തിവെച്ചു. ഉത്തരങ്ങളൊന്നും മുന്നിൽ തെളിയാതെ വന്നപ്പോൾ എല്ലാ സിഗ്നലുകളും തിരിച്ചയച്ച് നീല സ്ക്രീൻ മാത്രം പ്രദർശിപ്പിച്ച് ടിവിയും പ്രതിഷേധിച്ചു.
ഈ നേരത്ത് നാണിക്കുട്ടി തെക്കേ വേലിക്കൽ കായ്ച്ചു നിൽക്കുന്ന ചക്കപ്പുളി മരത്തിനോട് സങ്കടം നിരത്തുകയായിരുന്നു. ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ ഓളേനെ. ഓളുടെ 12ാം വയസ്സില് മെയ്തിയാപ്പിളയുടെ പുതിയണ്ണായിട്ട് വന്നേന്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ കൂട്ടായതാണേ. ബിരിയാണി മണവും അത്തറ് മണവും കൂടിക്കലർന്ന് ശ്വാസം മുട്ടിക്കുന്ന കുഞ്ഞുമുറികൾ. പുതിയ പെണ്ണിനെ കാണാൻ നീലിത്തള്ളയുടെ ഒപ്പം ആരും കാണാതെ പോയി. പാവാടയും ബ്ലൗസും തലയിൽ പുള്ളിത്തട്ടവും മുഖം നിറയെ സൗഹൃദ ചിരിയുമായി നിൽക്കുന്ന ഒരു കൂട്ടുകാരിയെയാണ് കിട്ടിയത്. മടിച്ചു നിന്നിരുന്ന കുട്ടി നാണിയുടെ കൈ നിവർത്തി പിടിച്ച് പഞ്ചസാര ഒലിച്ചിറങ്ങുന്ന പൂവട വെച്ചു കൊടുത്താണ് ആ പുതിയെണ്ണ ചങ്ങാത്തം കൂടിയത്. കാലം കുറേ കടന്നു പോയിട്ടും ആ പഞ്ചസാരയുടെ മധുരിക്കുന്ന ഒട്ടിപ്പിടുത്തം രണ്ടു മനസ്സുകളിലും മായാതെ നിന്നു. അന്ന് ചെങ്ങായിത്തം കൂടിയതാ ഞങ്ങള്. ഇന്നേ വരെ ഒരെടങ്ങാറുണ്ടായില്ലേനി. ഇതൊക്കെ നാണിക്കുട്ടി ഓർക്കണ്ടേ? എന്നും മുട്ടയിടാൻ അടുത്ത പറമ്പിലെ രാമന്റെ തൊഴുത്തിലേക്ക് പോകുന്ന പുള്ളിക്കോഴിയോട് ബിയ്യുമ്മ തന്റെ സങ്കടം പറഞ്ഞു തീർത്തു. എല്ലാത്തിനും കാരണം ഓനെന്നെ, ആ ടിവിയിലെ ചെക്കൻ. ആര്? രതീഷ് കുമാറോ? വടക്കേ മുറ്റത്തെ തെങ്ങാണ് ചോദ്യക്കാരൻ. ഉത്തരം കിട്ടിയിട്ട് വേണം ആലിക്കുട്ടിക്ക് കൊടുക്കാൻ. രതീഷ് ഉമ്മടെ ചെക്കനല്ലേ? ഓനില്ലാത്ത ഒരു ദിവസം വേറൊരു ചീങ്കണ്ണം വന്നു. പലേതും പറയണ കൂട്ടത്തില് അമ്പലം, പള്ളി, ഹിന്ദു, മുസ്ലിം അങ്ങനെ അന്നേവരെ കേക്കും കാണും ചിച്ചാത്ത കുറേ വർത്താനങ്ങള്. അതിന്റെ ചോടും പിടിച്ച് ഞങ്ങൾ കൂട്ടം കൂടിയതാ. അവസാനം ഓളിനോട് ചോദിച്ചെന്താന്നറിയണക്ക്? രണ്ടു പറമ്പിലെയും എല്ലാ മരങ്ങളും കിളികളും കാറ്റും വെയിലും ആ ചോദ്യം കേൾക്കാൻ ചുറ്റും നിന്നു. നരച്ച ആകാശത്തിനോട് യാത്ര പറഞ്ഞ് പടിഞ്ഞാറോട്ട് നീങ്ങാൻ തുടങ്ങിയിരുന്ന സൂര്യൻ ഉത്തരം കേട്ടിട്ടാവാം ബാക്കി യാത്ര എന്ന് തീരുമാനിച്ച് താഴേക്ക് നോക്കി. വഴിയിൽ കിടന്നിരുന്ന ഉണക്കപ്പട്ട വലിച്ചു മാറ്റിയിട്ട് നാണിക്കുട്ടി സങ്കടപ്പെട്ടി തുറന്നു. നമ്മുടെ നാട് ഇങ്ങനെ പോയാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കണ്ടാ മിണ്ടാണ്ടാവൂലോ ബിയ്യോ? ഈ എന്റെ വീട്ടിലേക്കും ഞാൻ അൻ്റോടയ്ക്കും കടക്കല് മാറ്റേണ്ടേരും ഇല്ലേ എന്ന് ഞാൻ എന്റെ സങ്കടം കൊണ്ട് അറിയാണ്ടൊന്ന് ചോദിച്ചതാ. അപ്പളേക്ക് ഓൾക്ക് പഴച്ചു. മധ്യസ്ഥം പറയാൻ നിന്ന പൂവാലിയുടെ മുതുകിനിട്ട് കൂട്ടുകൊടുത്ത് ബിയ്യുമ്മ തന്റെ ഭാഗം ന്യായീകരിച്ചു. ഒറ്റ ചങ്കായി കഴിഞ്ഞ ഇന്നെക്കാളും ഒക്കെ വിശ്വാസം ആ പെട്ടിയിലെ ചെക്കനല്ലേ. കിനാവിൽ പോലും അങ്ങനെ ഒരു ചിന്ത വരാൻ പാടുണ്ടോ? ഇനി രണ്ടിലൊന്ന് തീരുമാനാവട്ടെ. കൂട്ടുകാരികളുടെ പിണക്കം കണ്ട് പ്രകൃതി ഒട്ടാകെ മൗനത്തിലാണ്ടു നിന്നു. മേഘങ്ങൾ കണ്ണീർ വാർത്തു. കനത്ത മഴ 2 ദിവസം തുടർച്ചയായി പെയ്തു. വിവരങ്ങൾ അറിയാതെ രതീഷ് കുമാറിന് വീർപ്പുമുട്ടലായി. അങ്ങനെ മാനം തെളിഞ്ഞ ഒരു ഉച്ചനേരത്ത് TV സ്ക്രീൻ വീണ്ടും ഓണായി. രതീഷ് കുമാർ ധൃതിയിൽ വന്ന് എത്തി നോക്കി. റിമോട്ട് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന നാണിക്കുട്ടിക്ക് പകരം മുന്നിൽ നിന്നത് തേങ്ങ പറിക്കാരൻ ആലിക്കുട്ടിയും വീടരും. ആകെ ഒരു പരിചയക്കേട് തോന്നിയ രതീഷ് കുമാർ കയ്യിൽ കിട്ടിയ ഒരു പരസ്യം എടുത്തിട്ട് തടിയൂരി. അപ്പോൾ അപ്പുറത്തെ പറമ്പിലെ കോലായിൽ 2 കൂട്ടുകാരികൾ തമ്മിലുള്ള ബിസായം പറച്ചില് പതിവ് പോലെ പൊടി പൊടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. കഥ അവസാനിച്ചു. നന്ദി.